ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻഡന്റ് ഗ്രേഡ് 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം എൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. 80 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2009 ചോദിച്ചിട്ടുള്ള KLDCയുടെ തന്നെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ അവസാനത്തെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാന്ന് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ തീരെ കേൾക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമുക്ക് ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Fixing the direction of structure to draw the benefit of natural elements such as wind, sun, topography, etc. is called as. നമുക്ക് ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുക. ഒരു ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കുക എന്ന് വിചാരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ട്രക്ചറിനെ അങ്ങനെ തിരിച്ചു വെക്കുന്നത്? നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചില എലമെന്റുകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്ട്രക്ചറിനെ തിരിച്ചു വെക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുകളാണ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നോക്കാറുള്ളത്, ഏതൊരു ബിൽഡിങ്ങും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമുക്ക് അതിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡിങ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയാം. ഇപ്പൊ ബിൽഡിംഗ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെ? ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിച്ചു വെച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷെ വെളിച്ചം കൂടുതലായിട്ട് വരുന്നതും കാറ്റ് കൂടുതലായിട്ട് അടിക്കുന്നതും അതേപോലെ തന്നെ നല്ല വ്യൂ കിട്ടുന്ന പോയിന്റുകളും ഒക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ജനലും വാതിലുകളും ഒക്കെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും. സോ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനെ ഏത് ഡയറക്ഷനിലേക്ക് ആ സ്ട്രക്ചർ തിരിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ്? ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കുക. ഒന്ന്, സെറ്റിംഗ് ഔട്ട് ഓഫ് ദി ബിൽഡിംഗ്. എന്താണ് ബിൽഡിംഗ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? ബിൽഡിംഗ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രോയിങ്ങിലുള്ള നമ്മുടെ പ്ലാനിനെ നമ്മൾ സൈറ്റിലേക്ക് നമ്മുടെ ലാൻഡിലേക്ക് അതിനെ മാർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറ്റിയടിക്കുക എന്ന് പറയും. ഡ്രോയിങ്ങിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ആ ഡ്രോയിങ്ങിനെ നമ്മൾ ലാൻഡിലേക്ക് മാർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ്? ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനെ എടുത്ത് ആ ബിൽഡിങ്ങിനെ എന്ത് ചെയ്യുക, സ്ട്രക്ചറലി സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് അതിനെ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ അത് എന്ത് സ്ട്രക്ചറാണ് എന്ന് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ എലമെന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ കൊടുത്തുകൊണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്ത് നമ്മൾ അതിനെ അതിൻ്റെ എലമെന്റുകളുടെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുക. ഇനി അടുത്തത് സോണിംഗ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. എന്താണ് സോണിംഗ് ഓഫ് ദ ബിൽഡിംഗ്? ഈ സോണിംഗ് എന്നുള്ള ടേം പ്രത്യേകമായി വരുന്നത് കൂടുതലായിട്ടും അർബൻ പ്ലാനിങ്ങിലാണ്. ടൗൺ പ്ലാനിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നിശ്ചിത ഏരിയയിൽ മാത്രമേ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ വരാൻ പാടുള്ളൂ എന്നൊരു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സർട്ടൺ ലോസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ ചില റൂളുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ലാൻഡ് ഏരിയനെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സോൺ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളെ സോൺ ചെയ്തിട്ടുണ്ടാവും. ഒരു ടൗൺ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്
എപ്പോഴും എന്താണ് ടൗണിന്റെ സറൗണ്ടിങ്ങിലായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ബിൽഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ എപ്പോഴും ഈ സർക്കിളിന് പുറത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കൺസ്ട്രക്ഷന് അനുമതി കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനെ ഓരോ ബിൽഡിങ്ങുകളെയും ഏത് സ്ഥലത്താണ് വരേണ്ടത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അതിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പ്ലാൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സോണിങ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാപ്പ് ക്രിയേറ്റഡ് ഇൻ ദ ബാങ്ക് ഓഫ് എ കനാൽ ഈസ് കോൾഡ് ആസ്. ഒരു കനാലിന്റെ ബാങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാപ്പിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇതിനെയാണ് നമ്മൾ ബ്രീച്ച് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രീച്ച്. അപ്പൊ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കനാലിൽ ഉണ്ടാകുന്ന ക്രാക്കുകളെ, കനാലിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് കനാലിൽ ഉണ്ടാകുന്ന ക്രാക്ക് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ക്രാക്ക് എന്താണ്, ഗ്യാപ്പാണ്. സോ അങ്ങനെ കനാലിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് എന്ത്, ആക്ച്വലി കനാൽ ബ്രീച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കനാലിൽ കാണുന്ന ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ബ്രീച്ച് എന്ന് പറയാം. എന്താണ് ഈ ബ്രീച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവാനുള്ള കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കനാൽ ബാങ്കുകൾ പുവറായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടായിരിക്കാം, അതായത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാതെ ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫാൾട്ടി ഡിസൈൻ കാരണം എന്ത് ചെയ്യാം കനാൽ ബ്രീച്ച് ഉണ്ടാവാം. ഇനി ഇതല്ലാതെ ഒരു ഹെവി റെയിൻഫാൾ ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഹെവി റെയിൻഫാൾ ഉണ്ടാകുന്ന സമയത്ത് കനാലിലുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഓവർഫ്ലോ ചെയ്ത് ഒഴുകിപ്പോകും. അതല്ലെങ്കിൽ ഒരു ഫാമേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ കനാലിൽ നിന്ന് തങ്ങളുടെ ലാൻഡിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അൺലോഫുൾ ആയിക്കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കനാല് ബാങ്കുകൾ കട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, ക്രാക്ക് ഉണ്ടാവുകയും ആ ക്രാക്കിലൂടെ വെള്ളം ഇറങ്ങി അത് കനാലിനെ തന്നെ അല്ലെങ്കിൽ കനാൽ ബാങ്കിനെ തന്നെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതല്ലെങ്കിൽ പൈപ്പിംഗ് ആക്ഷൻ കൊണ്ട് ഉണ്ടാവാം. പൈപ്പിംഗ് ആക്ഷൻ നമുക്കറിയാം, വെള്ളം എന്ത് ചെയ്യണം, അരിച്ചിറങ്ങി അത് ഒരു പൈപ്പ് പോലെ ഫോം ചെയ്ത് ലിക്വിഫാക്ഷൻ ആയി മാറുക അല്ലേ. ആക്ച്വലി പൈപ്പ് പോലെ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊരു സ്ട്രക്ചർ, ഡാമിനൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ ഹൈഡ്രോളിക് ഫെയിലിയർ ആണ് ശരിക്ക് എന്ത്, ഈ പൈപ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ കനാലിനും എന്ത് ചെയ്യുക, ക്രാക്കുകൾ ഫോം ചെയ്യുക, എങ്ങനെ, പൈപ്പിംഗ് ആക്ഷൻ കാരണം. അപ്പൊ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ കനാൽ ബ്രീച്ച് ഉണ്ടാവാറുള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതൊന്ന് ബോറോപിറ്റ് ആണ്. എന്താണ് ഈ ബോറോപിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കും, ഒരു കനാലിന് വേണ്ടിയിട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കനാലിന് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സോയില്, ആ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സോയിൽ ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് തൊട്ടടുത്തായിക്കൊണ്ട് ചില പിറ്റുകൾ ഉണ്ടാക്കും. യൂഷ്വലി കനാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംബാങ്ക്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കനാലിൽ തന്നെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പിറ്റുകൾ ഫോം ചെയ്യും. ആ പിറ്റിൽ നിന്ന് കിട്ടുന്ന എക്സ്കവേറ്റഡ് ആയിട്ടുള്ള സോയിൽ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബാങ്ക് ഉണ്ടാക്കും. അത് വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ മണ്ണ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, യൂഷ്വലി സോയിൽ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബോറോപിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ബോറോപിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കിണർ പോലത്തെ കുഴിയാണ് എന്ന് വിചാരിക്കരുത്. അതിനാകെ എന്താണ്, ചെറിയ സൈസിലുള്ള പിറ്റുകളാണ് ഉണ്ടാവുക. അങ്ങനത്തെ നമ്പർ ഓഫ് പിറ്റ്സ് എടുത്തിട്ടാണ് സാധാരണയായിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള, ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള സോയിൽ കണ്ടെത്താറ്. അപ്പോൾ സോയിൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ബോറോപിറ്റിന്റെ ആവശ്യമില്ല. സോയില് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്കവേറ്റഡ് സോയിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ബോറോപിറ്റുകൾ ഫോം ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇറിഗേഷൻ സ്ട്രക്ചർ വിച്ച് ക്യാരി ഡ്രെയിനേജ് ഓവർ ദ കനാൽ. ഡ്രെയിനേജ്, കനാലിന് മുകളിലൂടെ പോകുന്ന ഇറിഗേഷൻ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. അതിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്നാണ് പറയുക. അപ്പൊ സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് താഴത്തൂടെയും ഡ്രെയിന് മുകളിലൂടെ അല്ലെങ്കിൽ റിവർ മുകളിലൂടെയും പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയാം. ഇനി ഇത് തിരിച്ചാണ് എന്ന് വിചാരിക്കുക, അതായത് റിവർ താഴത്തൂടെ പോകുന്നു, കനാല് മുകളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്യുഡക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർ പാസേജിനും അക്യുഡക്റ്റും പോലെ തന്നെ നമുക്ക് പറയാനുള്ളതാണ് കനാൽ സൈഫണും സൈഫൺ അക്യുഡക്റ്റും. എന്താണ് ഈ കനാൽ സൈഫൺ? കനാൽ സൈഫൺ എന്ന് പറഞ്ഞാൽ സൂപ്പർ പാസേജിൽ എങ്ങനെയാണോ ഡ്രെയിനും കനാലും വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കനാൽ സൈഫണിലും വരുന്നത്. അതായത് മുകൾ ഭാഗത്തു കൂടെ എന്ത് ചെയ്യുന്നു, ഡ്രെയിനേജ് പോകുന്നു അല്ലെങ്കിൽ ഡ്രെയിൻ പോകുന്നു, താഴത്തൂടെ കനാല് പോകുന്നു. പക്ഷെ ഇവിടെ സൂപ്പർ പാസേജിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലൂടെ പോകുന്ന ഡ്രെയിനിന്റെ ബെഡ് ലെവല് താഴത്തൂടെ പോകുന്ന കനാലിന്റെ ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ താഴെയായിരിക്കും ഉണ്ടാവുക.
സോ അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത് കനാൽ സൈഫൺ എന്ന് വിളിക്കാനുള്ള കാരണം. എന്താണ് ഈ സൈഫൺ എന്ന് പറഞ്ഞാൽ? സൈഫൺ ആക്ച്വലി എന്താണ്, ഒരു പൈപ്പിംഗ് ആക്ഷൻ ആണ് അല്ലെ, ഒരു പൈപ്പ് പോലെയാണ് എന്ത് ചെയ്യുന്നത് സൈഫൺ വർക്ക് ചെയ്യുന്നത്. പ്രഷർ കൊണ്ടാണ് സൈഫൺ വർക്ക് ചെയ്യുക. സാധാരണ ഗ്രാവിറ്റിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, വെള്ളം വലിയ സ്ട്രീമുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. എന്നാൽ ഒരു സൈഫോണിക് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വെള്ളത്തിനെ പാസ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സൈഫൺ എന്ന് പറയും. അതില് എന്താണ്, മുകളിലൂടെ ഡ്രെയിനും താഴത്തൂടെ കനാലും പോവുകയാണ്. വേർ ദി ബെഡ് ലെവൽ ഓഫ് ദി ഡ്രെയിൻ ഈസ് ലോവർ ദാൻ ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ കനാൽ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കനാൽ സൈഫൺ എന്നാണ് പറയുക. ഇനി വാട്ട് ഈസ് സൈഫൺ അക്യുഡക്റ്റ്? സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തൂടെ കനാലും താഴത്തൂടെ റിവറും പോവുകയാണെങ്കിൽ അതിൽ മുകളിലൂടെ പോകുന്ന കനാലിന്റെ ബെഡ് ലെവല് താഴത്തൂടെ പോകുന്ന റിവറിന്റെ ഹൈ ഫ്ലഡ് ലെവലിനേക്കാളും താഴെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഫോണിക് ആക്ഷന്റെ ആവശ്യം വരും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്കുകളാണ് സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ലെവൽ ക്രോസിംഗ്? ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിലൂടെ അല്ല പോകുന്നത്, മറിച്ച് എന്താണ് ഒരേ ലെവലിൽ വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് വിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്കിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് വാട്ടർ വേ ഇൻ ആൻ ഓപ്പൺ ചാനൽ ഈസ്. ഒരു ഓപ്പൺ ചാനലിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വാട്ടർ വേ, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇതിന്റെ ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻസർ എന്താണ്? ഫ്ലൂം ആണ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ഫ്ലൂം? ഫ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഡ്രെയിൻ ഉണ്ട് എന്ന് വിചാരിക്കും, നാച്ചുറൽ റിവർ ഉണ്ട്. ആ റിവറിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനെ ചിലപ്പോൾ അതിന് പാരലൽ ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വെള്ളത്തിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാട്ടർ വേ കൺസ്ട്രക്ട് ചെയ്യുക. എന്താണ് ഈ വാട്ടർ വേ എന്ന് പറഞ്ഞാൽ? വാട്ടർ വേ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകാൻ ഉള്ള ഒരു ദിശ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തുക. അതിനെയാണ് നമ്മൾ വാട്ടർ വേ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓപ്പൺ ചാനലിൽ വെള്ളത്തിനെ അതേ ഡയറക്ഷനിൽ തന്നെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ വേ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇനി ഫ്ലൂമിന്റെ പ്രത്യേകത എന്താ? അതൊരിക്കലും ട്രഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെ ഗ്രാവിറ്റി പോലെ അല്ല എന്ത് ചെയ്യുന്നത് വെള്ളം പോകുന്നത്, മറിച്ച് ഒരു ചൂട്ട് പോലെയാണ്. ചൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ കോൺക്രീറ്റിനൊക്കെ ചൂട്ട് കണ്ടിട്ടുണ്ട്. സോ അതുപോലെ വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ വാട്ടർ വേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഫ്ലൂം എന്ന് പറയും. ഫ്ലൂം ഉണ്ടാക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളത്തിന്റെ ദിശ തിരിച്ചു വിടുക, അത് നമുക്ക് ഫ്ലൂം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന്റെ ദിശ എന്ത് ചെയ്യാം, വേറൊരു പാത്തിലൂടെ കൊണ്ടുപോകാം. സോ അതെന്താണ്, അവിടെ നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിനറൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിനെ നിശ്ചിത റൂട്ടിൽ നിന്ന് മാറ്റിവിടും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഫ്ലൂം ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് വെഞ്ചുറിമീറ്റർ? വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോസ്ഡ് ചാനലുകൾ അല്ലെങ്കിൽ പൈപ്പ് ഫ്ലോ പോലെയുള്ളതിലൊക്കെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും വെഞ്ചുറിമീറ്റർ എന്നുള്ളത്. ആൻഡ് ലിഫ്റ്റ് ഗേറ്റും ഷട്ടറും രണ്ടും എന്താണ്, ഗേറ്റ് ആണ്. നമുക്ക് വെള്ളത്തിനെ പിടിച്ചു നിർത്താനും അതേപോലെ തന്നെ കടത്തിവിടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഗേറ്റുകളെയാണ് നമ്മൾ ലിഫ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷട്ടർ എന്നും പറയും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്ലിനേഷൻ ഓഫ് ആൻ ഇൻക്ലൈൻഡ് ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് വെർട്ടിക്കൽ ഈസ്. ഒരു ഇൻക്ലൈൻഡ് ലെറ്ററിന്റെ ഇൻക്ലിനേഷൻ എത്ര ആംഗിളിലാണ് ഉണ്ടാവുക ഫ്രം ദി ഹൊറിസോണ്ടൽ? അതാണ് ചോദ്യം. നമുക്ക് അധികം കോമൺ ആയിട്ട് കേൾക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്കറിയാം ലെറ്ററിങ് നമ്മൾ സാധാരണ ഡ്രോയിങ്ങിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഡ്രോയിങ് ഷീറ്റിൽ എഴുതാറുണ്ട്. പക്ഷെ ടെക്നിക്കൽ ലെറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർട്ടൺ പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ ഒരു സർട്ടൺ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ ലെറ്ററിങ് ചെയ്യുക അല്ലെങ്കിൽ എഴുതുക. അപ്പൊ നമുക്ക് ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ടെക്നിക്കൽ ഡ്രോയിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പല ടൈപ്പ് ഡ്രോയിങ് ഉണ്ട്. അപ്രൈറ്റ് ഡ്രോയിങ് ഉണ്ട്. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം വെർട്ടിക്കൽ ആയിക്കൊണ്ട് മാത്രം എഴുതുക. മറ്റൊന്നാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ്. ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സർട്ടൺ ഇൻക്ലിനേഷനിലാണ് എഴുതുക. അത് എത്ര ഇൻക്ലിനേഷനിലാണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൂൾ യൂസ്ഡ് ഫോർ ഡ്രോയിങ് എ ഇറഗുലർ കർവ്. ഇറഗുലർ കർവുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോയിങ് ടൂൾ ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഫ്രഞ്ച് കർവാണ് അല്ലെ. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നതാണ് ഫ്രഞ്ച് കർവ്. ഏത് ഇറഗുലർ ആയിട്ടുള്ള കർവുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. ഇനി ബാക്കി ടി സ്ക്വയർ, പെൻസിൽ, ഡിവൈഡർ എന്നുള്ളതൊക്കെ എന്താണ്, ഡ്രോയിങ് ടൂളുകളാണ്. മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഡ്രോയിങ് ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയുന്നതാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദി ഏരിയ ഓഫ് എ ഗിവൺ ഫിഗർ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഒരു ഗിവൺ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ എന്താണ്? പ്ലാനിമീറ്റർ ആണ് അല്ലെ. പ്ലാനിമീറ്ററിന് രണ്ട് ആമുകൾ ഉണ്ടാവും. ആ ട്രേസിംഗ് ആം എന്ത് ചെയ്യും,
നമ്മളെ ഡ്രോയിങ്ങിന്റെ ഔട്ടർ ബൗണ്ടറിയിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ക്ലിനോമീറ്റർ? എന്താണ്? ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനോമീറ്റർ എന്നുള്ളത്, അല്ലെങ്കിൽ സ്ലോപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനോമീറ്റർ. പാൻഡഗ്രാഫ് എന്താണ്? ഒരു ഡ്രോയിങ്ങിനെ എൻലാർജ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പാൻഡഗ്രാഫ് എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് ഗട്ട് ട്രേസർ? ഗട്ട് ട്രേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗട്ട് ട്രേസർ എന്നുള്ളത്. ഓക്കെ, സിലോൺ ഗട്ട് ട്രേസർ എന്നാണ് അതിന് പറയാം. അപ്പൊ ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിശ്ചിത ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റ് ഒക്കെ എസ്പെഷ്യലി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിലോൺ ഗട്ട് ട്രേസർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ദ ഫ്രണ്ട് എലിവേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോൺ ഡാഷ് ടു ദ പ്ലാൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് എലിവേഷൻ എവിടെയാണ് വരിക എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലാണോ, അതായത് പ്ലാനിന്റെ ലെഫ്റ്റ് സൈഡിലാണോ, പ്ലാനിന്റെ മുകളിലാണോ, പ്ലാനിന്റെ താഴെയാണോ, പ്ലാനിന്റെ റൈറ്റ് സൈഡിലാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏത് ആംഗിൾ പ്രൊജക്ഷൻ ചോദിച്ചാലും നമുക്ക് അതിന്റെ ആൻസർ പറയാൻ സാധിക്കണം. അത് തേർഡ് ആംഗിൾ എന്ന് മാത്രമല്ല, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒക്കെ ചോദിച്ചാലും, തേർഡോ ഫോർത്തോ ഒക്കെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, എവിടെയാണ് പ്ലാനിന്റെ ഡയറക്ഷൻ വരിക എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക. നമ്മളുടെ ഡ്രോയിങ്ങിൽ 4 ക്വാഡ്രന്റുകൾ ഉണ്ട്. നമുക്കറിയാം, സാധാരണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സർവേയിൽ ക്വാഡ്രന്റ് എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്വാഡ്രന്റുകൾ എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വാഡ്രന്റിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പ്രൊജക്ഷനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്നും, സെക്കൻഡിൽ വരുന്നതിന് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്നും, തേർഡ് ക്വാഡ്രന്റിൽ വരുന്നതിന് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്നും, ഫോർത്തിൽ വരുന്നതിന് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്നും പറയും. ഇനി ഇതിൽ തന്നെ ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും ആണ് കൂടുതലായിട്ട് നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഫ്രം 1991 ഓൺവേർഡ്സ്. ആൻഡ് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ ആംഗിൾ പ്രൊജക്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, 2 പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ക്വാഡ്രന്റിന് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് ഒബ്സർവർ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നത്, എന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാണുന്നത് എന്താണ്, എലിവേഷൻ ആണ് അല്ലെ. ഇങ്ങനെ നോക്കുമ്പോൾ എലിവേഷൻ ആണ് കാണുക. ആൻഡ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് പ്ലാൻ ആയിരിക്കും. അപ്പൊ ഇത് എലിവേഷൻ, ഇത് പ്ലാൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ്, ഇത് മുകളിലാണോ താഴെയാണോ വരിക, XY ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ലൈനിനെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഈ 2 പ്ലെയിനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈനാണ് XY ലൈൻ എന്ന് പറയാം. അപ്പൊ XY ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 2 പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ പ്ലാന് താഴെ പോവുകയും എലിവേഷൻ മുകളിൽ വരികയും ചെയ്യും. ഓക്കെ, പ്ലാനിന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എലിവേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാറുള്ളതൊക്കെ അങ്ങനെയാണ്. താഴെ പ്ലാൻ വരയ്ക്കും, അതിന്റെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, എലിവേഷൻ വരയ്ക്കാറുള്ളത്. ഇനി നമ്മൾ നേരെ തേർഡ് ആംഗിളിലോട്ട് പോവാം. സെക്കൻഡ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എലിവേഷൻ ഇങ്ങോട്ടും പ്ലാൻ ഇങ്ങോട്ടുമാണ് വരിക. അപ്പൊ ഇതിൽ ഹൊറിസോണൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 പ്ലെയിനും കൂടെ എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. കാരണം എപ്പോഴും ഹൊറിസോണൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനും അതേപോലെ തന്നെ എലിവേഷനും എന്ത് ചെയ്യും, XY ലൈനിന്റെ മുകളിലാണ് നിൽക്കുക. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യും, നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. സോ ഫസ്റ്റും തേർഡും സാധാരണ എന്ത് ചെയ്യാറുള്ളൂ, ഉപയോഗിക്കാറുള്ളൂ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കാം. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്ലാന് എവിടെയാണ് ഉണ്ടാവുക, നമുക്കറിയാം പ്ലാന് മുകളിൽ നിന്നാണ് നോക്കുന്നത്. പക്ഷെ ഈ പ്ലെയിനിലേക്ക്, ഹൊറിസോണൽ പ്ലെയിനിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങോട്ടാണ് അത് പ്രൊജക്ട് ചെയ്യുക. ഇവിടെയാണ് എന്തുണ്ടാവുക, അതിന്റെ പ്ലാൻ ഉണ്ടാവുക, എലിവേഷൻ ഇവിടെയാണ് ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. ഹൊറിസോണൽ പ്ലെയിൻ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, പ്ലാന് മുകളിലും എലിവേഷൻ താഴെയുമായി. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് എലിവേഷൻ പ്ലാനിന്റെ എവിടെയാണ് വരിക എന്നുള്ളതാണ്. അപ്പൊ പ്ലാൻ എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ട് എലിവേഷൻ വരുന്നത് താഴെയാണ്. അപ്പൊ പ്ലാനിന്റെ താഴെയാണ് ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. സോ അതിന്റെ ആൻസർ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ദ ഫ്രണ്ട് എലിവേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഡ്രോൺ ബിലോ ദി പ്ലാൻ. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ക്വാഡ്രാന്റൽ ബെയറിംഗ് ഫോർ എ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് 220 ഡിഗ്രി, 220 ഡിഗ്രിയുടെ ക്വാഡ്രാന്റൽ ബെയറിംഗ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹോൾ സർക്കിൾ ബെയറിംഗ് മെഷർ ചെയ്യുന്നത് മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ലൈൻ വരെ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറയുക.
അപ്പോൾ ഇത് 220 എന്ന് പറഞ്ഞാൽ അതെന്താണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. 180ന്റെയും 270ന്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് 220. അതുകൊണ്ട് തന്നെ അത് തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പോൾ ലൈൻ ഇങ്ങനെ വരും. അപ്പം ഈ ആംഗിളാണ് എന്ത്? 220 ഡിഗ്രി എന്നുള്ളത്. ഇനി അതെങ്ങനെ റെഡ്യൂസ്ഡ് ബെയറിംഗിലാക്കും? റെഡ്യൂസ്ഡ് ബെയറിംഗിലാക്കുന്നത് എങ്ങനെയാണ്? നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഏത് ഡയറക്ഷൻ ആണോ അടുത്ത് നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ നിന്നാണ് മെഷർ ചെയ്യുക, ഈതർ നോർത്ത് ഓർ സൗത്ത്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു ലൈൻ 220 ഡിഗ്രി എന്ന് പറഞ്ഞു വരുന്ന ഒരു ലൈന്, അത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൗത്തിനോടാണ്. അപ്പൊ എന്ത് ചെയ്തു? സൗത്തിൽ നിന്ന് ഇത്രയും ആംഗിൾ എത്ര ഉണ്ട് എന്ന് നോക്കും. ഇതുവരെയുള്ള ഒരു ലൈനിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 അറിയാം. ഇത് ബാക്കി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 220ൽ നിന്ന് 180 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി 40 ഡിഗ്രി എന്ന് കിട്ടിയാൽ മാത്രം ആൻസർ ആയില്ല. ഇതിലിപ്പോ ഈ ഓപ്ഷനിൽ നോക്കിയാൽ സി ആണ് ആൻസർ എന്ന് പെട്ടെന്ന് പറയാം. കാരണം 40 ഡിഗ്രി കിട്ടുന്നത് ആകെ ഈ ഒരു ആൻസറിന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ക്വാഡ്രന്റും കൂടെ നോക്കുക. സൗത്ത് വെസ്റ്റ് ആണ് ക്വാഡ്രന്റ് അല്ലെ? ഈ ലൈൻ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ സൗത്ത് 40 ഡിഗ്രി വെസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഏത് ക്വാഡ്രന്റിൽ ലൈൻ വന്നാലും അതിന്റെ ക്വാഡ്രാന്റൽ ബെയറിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ഹൗ ടു കൺവേർട്ട് ഹോൾ സർക്കിൾ ബെയറിംഗ് ഇൻ ടു റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഓരോ ബെയറിംഗും മെഷർ ചെയ്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ. എന്തിനാണ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് ഉപയോഗിക്കുന്നത്? ലെവലിംഗിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എന്നുള്ളത്. അപ്പൊ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ റെഡ്യൂസിങ് ദ ലെവൽസ് ആണ് ഇതിന്റെ ആൻസർ. ഇനി എന്താണ് ഈ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ്? സാധാരണ 2 മെത്തേഡുകളാണ് നമ്മൾ ലെവലിംഗിന് ഉപയോഗിക്കാറുള്ളത്, ഹൈറ്റ് ഓഫ് കൊള്ളിമേഷൻ മെത്തേഡും റൈസ് ആൻഡ് ഫാൾ മെത്തേഡും. ഇതിൽ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് വർക്ക് ചെയ്യുന്നത് തൊട്ട് മുൻപുള്ള പോയിന്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൈസും ഫാളും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ആദ്യത്തെ ഇവിടെ ഒരു ഫിഗർ നോക്കുക. ഇവിടെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. ഫസ്റ്റ് ബെഞ്ച് മാർക്കിലോട്ട് സെറ്റ് ചെയ്തു, രണ്ടാമത്തത് മറ്റൊരു പോയിന്റിലേക്ക് സെറ്റ് ചെയ്തു, ഒരു ചേഞ്ചിങ് പോയിന്റിലേക്ക് സെറ്റ് ചെയ്തു. സോ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ബാക്ക് സൈറ്റ് 4.212 എന്ന് എഴുതി, രണ്ടാമത്തെ ഫോർ സൈറ്റ് 0.718 അത് ഫോർ സൈറ്റിലും എഴുതി. ഇനി നോക്കുക, ഈ ആദ്യത്തെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പോയിന്റ് നിൽക്കുന്നത് റൈസിലാണ് അല്ലെ? ആദ്യത്തെ പോയിന്റ് താഴെയാണ് അല്ലെ? ആദ്യത്തെ റീഡിങ് എന്താണ്? വലിയ റീഡിംഗ് ആയതുകൊണ്ട് ആ പോയിന്റ് താഴെ ആയിരിക്കും. ചെറിയ റീഡിംഗ് ആയതുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. സോ അതിനെ എന്ത് ചെയ്തു? റൈസ് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ എഴുതി. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് റൈസ് എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതി. വീണ്ടും അടുത്തത് എടുത്തു, അടുത്ത ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു, ബാക്ക് സൈഡ് എടുത്തു 4.153, ഫോർ സൈഡ് എടുത്തു 0.556. അപ്പോൾ വീണ്ടും എന്താണ്? ഈ 4.153 0.556 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റൈസിലാണ് നിൽക്കുന്നത്. എപ്പോഴും രണ്ടാമത്തെ പോയിന്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് റൈസിലാണ്. സോ റൈസിൽ വീണ്ടും ആൻസർ എഴുതി. ഇനി നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ ബെഞ്ച് മാർക്കിന്റെ കൂടെ റൈസ് ആഡ് ചെയ്യുക, ഫാൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ലെവൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് റെഡ്യൂസ് ലെവൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എന്നുള്ളത്. റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അരിത്തമെറ്റിക് ചെക്കിൽ ഫോർ സൈറ്റിനെയും ബാക്ക് സൈറ്റിനെയും അതേപോലെ തന്നെ ലാസ്റ്റ് റെഡ്യൂസ് ലെവലും ഫസ്റ്റ് റെഡ്യൂസ് ലെവലും അല്ലാതെ ഇന്റർമീഡിയറ്റ് സൈറ്റുകളെ കൂടി, അതല്ലെങ്കിൽ റൈസിന് സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫാളും കൂടെ ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എന്നുള്ളത്. അപ്പൊ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിനേക്കാൾ കുറച്ചുകൂടെ പ്രിസൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുക, പ്രിസിഷൻ ഒക്കെ സെയിം ആണ്, പക്ഷേ എങ്കിലും അരിത്തമെറ്റിക് ചെക്ക് കൂടുതലാണ് ശരിക്ക് റൈസ് ആൻഡ് ഫാൾ മെത്തേഡിൽ. അപ്പോൾ ഒന്നും കൂടെ ആക്യുറേറ്റ് ആയി മാറുകയാണ് ശരിക്കും റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.